നെക്സ്റ്റ് നോക്കാം, ഹൈപ്പർ ലിങ്ക് ടാഗ്. സോ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു പേജിൽ നിന്ന് വേറൊരു പേജിലോട്ടൊക്കെ പോകണം, അല്ലെങ്കിൽ പുതിയൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്യുന്നത്. എ ഹൈപ്പർ ലിങ്ക് എ റെഫറൻസ് ആൻ അഡ്രസ് ടു എ റിസോഴ്സ് ഓൺ ദ വെബ്. സോ അതായത് ഒരു റിസോഴ്സ് വേറൊരു റിസോഴ്സിലോട്ട് റെഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്യുന്നത്. ഹൈപ്പർ ലിങ്ക് ക്യാൻ പോയിൻറ്റ് ടു എനി റിസോഴ്സ് ഓഫ് ദ വെബ് പേജ്. എക്സാമ്പിൾ ഇമേജ്, HTML, എന്ത് ബട്ടൺ ആയിക്കോട്ടെ, ഇമേജ് ആയിക്കോട്ടെ, HTML ആയിക്കോട്ടെ, ഏത് ടാഗിന് വേണമെങ്കിലും നമുക്ക് ഹൈപ്പർ ലിങ്ക് കൊടുക്കാൻ പറ്റും. സോ അതിന് മുന്നായിട്ട് ഒരു എ ടാഗ് കൊടുത്താൽ മതി. സോ എ ആണ് ഹൈപ്പർ ലിങ്കിന് യൂസ് ചെയ്യുന്നത്. ദ ആങ്കർ എലമെൻറ്റ് എ ടാഗ് ഈസ് യൂസ്ഡ് ടു ബോത്ത് ഹൈപ്പർ ലിങ്ക് ആൻഡ് ആങ്കേഴ്സ്. സോ ഹൈപ്പർ ലിങ്കിന് യൂസ് ചെയ്യുന്ന ടാഗാണ് എ ടാഗ്. സോ ദെൻ എ നമ്മളൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, HTTPS google.com. ദ href attribute define the link address. സോ ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് href യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മളിവിടെ ഒരു ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് കണ്ടോ. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡീഷണൽ ഇൻഫർമേഷൻ ടാഗിന് കൊടുക്കണമെങ്കിൽ നമ്മൾ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യും. ഈ കേസിൽ ഇപ്പോൾ നമ്മൾ href ആണ് കൊടുത്തത്. href മാത്രമല്ല ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ആട്രിബ്യൂട്ടും കൂടെ ഉണ്ട്. സോ നമുക്കത് നോക്കാം. നമുക്കൊരു എ ടാഗ് ഇടാം. എന്ന് അടിച്ചാൽ തന്നെ നമുക്ക് href വരും. എന്നിട്ട് HTTPS നമുക്ക് ഗൂഗിളിൻ്റെ അറിയാലോ, google.com എന്ന് കൊടുക്കുന്നുണ്ട്. സോ ഗോ ടു ഗൂഗിൾ. ഇനി നമുക്കൊന്ന് റീലോഡ് ചെയ്യാം. സോ ഇവിടെ ലിങ്ക് വന്നിട്ടുണ്ട്. സോ ഇനി ക്ലിക്ക് ചെയ്താൽ ഗൂഗിളിലോട്ട് പോയിട്ടുണ്ട്. സോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എ ടാഗ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പുതിയൊരു പേജിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ടാർഗറ്റ് കൊടുക്കാൻ പറ്റും. ടാർഗറ്റ് ഇതിൽ 3-4 പ്രോപ്പർട്ടി ഉണ്ട്. സോ ബ്ലാങ്ക് ഉണ്ട്, പാൻ ഉണ്ട്, സെൽഫ് ഉണ്ട്, ടോപ്പ്. സോ സെൽഫാണ് നമ്മൾ ഡിഫോൾട്ടായിട്ട് വരുന്നത്. ബ്ലാങ്ക് യൂസ് ചെയ്താൽ നമുക്ക് വേറൊരു പേജിലോട്ട് പോകാൻ പറ്റും. വേറൊരു പേജിലാണ് ഇപ്പോൾ ഓപ്പൺ ആയത്. നേരത്തെ നമ്മൾ ആ പേജ് തന്നെ ഓപ്പൺ ചെയ്ത്. ബ്ലാങ്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു പേജിലോട്ട് പോകാൻ പറ്റും. സോ അതാണ് ആങ്കർ ടാഗ്. നെക്സ്റ്റ് ഈസ് ഇമേജ് ടാഗ്. സോ ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമേജ് ടാഗ് യൂസ് ചെയ്യുന്നത്. ടു ഡിസ്പ്ലേ ആൻ ഇമേജ് ഓൺ ദ വെബ് പേജ് യു നീഡ് ടു യൂസ് SRC ആട്രിബ്യൂട്ട്. സോ SRC ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇമേജ് ഷോ ചെയ്യുന്നത്. SRC സ്റ്റാൻഡ്സ് ഫോർ സോഴ്സ്. The value of the SRC will be the link of the image or the file path of the image. സോ നമുക്ക് ഫയൽ പാത്തോ അല്ലെങ്കിൽ നമ്മുടെ ഇമേജിൻ്റെ ലിങ്കോ നമ്മൾ SRCയിൽ കൊടുക്കാൻ പറ്റും. ഇറ്റ് ഈസ് empty ടാഗ്. അതായത് empty ടാഗാണ്. നമ്മൾ നേരത്തെ empty എലമെൻറ്റ്, കണ്ടെയ്നർ എലമെൻറ്റ് നോക്കിയല്ലോ. empty ടാഗ് എന്ന് പറഞ്ഞാൽ അതിന് ക്ലോസിങ് ഉണ്ടാവില്ല, ജസ്റ്റ് ഓപ്പണിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇമേജ് SRC എന്നിട്ട് നമ്മളവിടെ URL കൊടുക്കും. ടു ഗീവ് എ ഫിക്സ്ഡ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് വി ക്യാൻ ഗീവ് ദ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആട്രിബ്യൂട്ട്. സോ ദർ ആർ മെനി അതർ ആട്രിബ്യൂട്ട് ഉണ്ട്. സോ അതിൽ പെട്ടതാണ് ഹൈറ്റ് വിഡ്ത്ത്. സോ ഹൈറ്റ് വിഡ്ത്ത് യൂസ് ചെയ്തിട്ട് നമുക്കതിന് ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ഹൈറ്റ് വിഡ്ത്ത് കൊടുക്കാൻ പറ്റും. ടു ഗീവ് എ ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് വി വിൽ ഗീവ് ഓൾ ടാഗ്. സോ ഓൾ ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ പല കേസിലും ചില ഇമേജ് ലോഡാവില്ല, എന്തെങ്കിലും എറേഴ്സായിട്ട് അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഡാറ്റ വരാത്തതിന് കാരണമായിട്ട് ചില ഇമേജ് ലോഡാവില്ല. ആ ടൈമിൽ അവിടെ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഓൾ ടാഗ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ എക്സാമ്പിൾ ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. അവിടെ ഇമേജാണ് വേണ്ടത്. ഫൈൻ. സോ നമുക്കിവിടെ ഒരു ഇമേജ് കൊടുക്കാം. ഇമേജ് അത്ര മതി. SRC കൊടുക്കണം. നമുക്കൊരു സാമ്പിൾ ഇമേജ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. സാമ്പിൾ ഇമേജ്. സോ 500+ സാമ്പിൾ ഇമേജ് ഉണ്ട്. നമുക്കതിൽ ക്ലിക്ക് ചെയ്യാം. സോ ഞാനൊരു ഇമേജ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. സോ കോപ്പി ഇമേജ് അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇമേജിൻ്റെ അഡ്രസ്സ് സേവ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് SRCയിൽ ഇതിൻ്റെ അഡ്രസ്സ് കൊടുക്കാം. SRCയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇമേജിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലൊരു ഫിക്സ്ഡ് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വിഡ്ത്ത് കൊടുക്കാം. വിഡ്ത്ത് ഒരു 500px. 500px എന്ന് പറഞ്ഞാൽ പിക്സൽസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഹൈറ്റ് ഒരു 500px കൊടുക്കാം. സോ ഇനി റീലോഡ് ആക്കിയാൽ മാറിയിട്ടുണ്ടാവും. സോ ഇങ്ങനെ ഇമേജിന് നമുക്ക് ഫിക്സ്ഡ് ഹൈറ്റും വിഡ്ത്തും പിന്നെ ഇമേജ് ഷോ ചെയ്യാനും പറ്റും ഇമേജ് ടാഗ് യൂസ് ചെയ്തിട്ട്. ഇനി ഇതിലൊരു വേറെ ടാഗ് വരുന്നതാണ് ഓൾ ടാഗ്. ഓൾ ടാഗ് യൂസ് ചെയ്തിട്ട്
ഇപ്പോൾ എന്തിൻ്റെ ഇമേജാണ്, സാമ്പിൾ ഇമേജ് എന്ന് കൊടുത്തു. ഇൻ കേസ് ഈ ലിങ്ക് വർക്കാവുന്നില്ല, ഞാനിവിടെ ലിങ്ക് ഒന്ന് അപ്ഡേറ്റ് ആകുന്നുണ്ട്. ഇനി റീലോഡ് ആക്കിയാൽ ലിങ്ക് ഇല്ല. സോ അതിന് പകരം സാമ്പിൾ ഇമേജ് ഷോ ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ഓൾ ടാഗ് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ഇമേജ് ടാഗ്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമ്മൾ ഫയൽ പാത്തും കൊടുക്കാം കേട്ടോ. സോ ലൈക്ക് ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഓപ്പൺ ചെയ്തതാണ്. സോ ഇനിയിപ്പോൾ നമ്മുടെ ഫയലിൽ എവിടെയെങ്കിലും കിടക്കുന്നതാണെങ്കിൽ നമുക്കിവിടെ ഡോട്ട് വെച്ചിട്ട്, ഫോർ എക്സാമ്പിൾ നമുക്കിത് റിമൂവ് ചെയ്യാം. ലിങ്ക് റിമൂവ് ചെയ്തിട്ട് ഡോട്ട്, ഇപ്പോൾ ഇൻഡെക്സ് ഡോട്ട് HTML മാത്രമേ അവിടെ ഉള്ളൂ. അതിന് പകരം ഇപ്പോൾ സാമ്പിൾ ഡോട്ട് JPG എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ ആ ഇമേജ് ഇവിടെ ലോഡാവും. സോ അതിന് വേണ്ടിയിട്ടാണ് SRC. രണ്ട് ടൈപ്പ് കൊടുക്കാൻ പറ്റും. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇമേജ് ഡയറക്റ്റ് വിളിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാനും പറ്റും. സോ ദാറ്റ്സ് അബൌട്ട് ഇമേജ് ടാഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.